2025 സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് ലഭിക്കുന്ന മികച്ച അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2025 നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലൊക്കെ ഒരുപാട് തൊഴിലവസരങ്ങൾ വരുന്നതായിട്ട് കാണാറുണ്ട്. എന്നാൽ ഈ അവസരങ്ങൾ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്നത് ആർക്കായിരിക്കും? എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർക്കായിരിക്കോ ഫ്രഷേഴ്സിനായിരിക്കോ? ഇത് രണ്ടുമല്ല, ഈ ഒരു മേഖലയിലെ ഏറ്റവും മികച്ച അവസരങ്ങൾ ഇനി 2025 ലഭിക്കാൻ പോകുന്നത് സ്കിൽഡ് ആയിട്ടുള്ള എഞ്ചിനീയേഴ്സിനായിരിക്കും എന്നുള്ളതാണ്. 2025 ഏറ്റവും വലിയ പ്രത്യേകത അത് തന്നെയാണ്. സ്കില്ലിനാണ് ഏറ്റവും അധികം പ്രാധാന്യം വരുന്നത്, ഇറസ്പെക്റ്റീവ് ഓഫ് എക്സ്പീരിയൻസ് ഓർ ഇറസ്പെക്റ്റീവ് ഓഫ് സർട്ടിഫിക്കറ്റ്സ്. അതൊന്നുമല്ല ഇവിടെ പ്രസക്തമായിട്ടുള്ള കാര്യം. നിങ്ങൾ സ്കിൽഡ് ആണോ, നിങ്ങൾ ആ ഒരു ഇൻഡസ്ട്രിക്ക് മാച്ച് ആകുന്ന രീതിയിൽ സ്കിൽസ് നിങ്ങൾ അക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോലി ഉറപ്പാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള, ഫ്യൂച്ചറിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള 3 പ്രധാനപ്പെട്ട മേഖലകളെ കുറിച്ചാണ്. ഒന്നാമത്തത് ക്വാണ്ടിറ്റി സർവേയിങ്. കഴിഞ്ഞ ഇപ്പോൾ എൻട്രിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ 500-ലധികം പ്ലേസ്മെൻറ്റുകളാണ് ക്വാണ്ടിറ്റി സർവേയിങ് ഉൾപ്പെടെയുള്ള അപ്സ്കില്ലിംഗ് കോഴ്സിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ രണ്ടാമത്തൊന്നാണ് സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഒരുപാട് സാധ്യതകളുള്ള, നന്നായിട്ട് പ്രൊഫഷണലി നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്ട്രക്ചറൽ ഡിസൈൻ. മൂന്നാമതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് ബിം എന്ന് പറയുന്നതാണ്. അപ്പോൾ ഈ 3 മേഖലകളും സിവിൽ എഞ്ചിനീയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാവുന്ന ഏറ്റവും മികച്ച മേഖലകൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ എൻട്രിയുടെ നമ്മുടെ അപ്സ്കില്ലിംഗ് കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടിയും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയും രജിസ്റ്റർ ടു നോ മോർ.